ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് വീണ്ടും ചോദിച്ചു എങ്ങനെയാണ് ഹെന്ന അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഹെന്ന അപ്ലൈ ചെയ്യുന്നത്, പല രീതിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എത്രയൊക്കെ ചെയ്തിട്ടും മുടി കറുക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് മുടി പെട്ടെന്ന് കറുക്കാത്തത്. ഒരുപാട് പേര് എന്നോട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യാൻ പറയാറുണ്ട്, ചേച്ചി ഇൻഡിഗോ പൗഡർ മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ കറുക്കുമോ, അല്ലെങ്കിൽ ഹെന്ന കുറച്ചു നേരം ഇട്ടാൽ കറുക്കുമോ, ഹെന്നയിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത്. ഞാൻ ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വേറൊരു രീതിയിൽ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വേറൊരു രീതിയിൽ ഹെന്ന എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാം. അതായത് ബീട്രൂട്ടിന്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ട് ഹെന്ന എങ്ങനെ മിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബീട്രൂട്ട് ജ്യൂസ് മാത്രമല്ല, തേയില വെള്ളം കൂടെ ഉണ്ട്. ചില പേർക്ക് എത്ര ഇട്ടാലും ആ ഒരു ഹെന്ന തലയിൽ പിടിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരുപാട് കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തലയിൽ പിടിക്കണമെന്നില്ല. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമ്മൾ ക്ഷമയോടെ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോഴായിരിക്കും നല്ല കളർ കിട്ടുക. ഇപ്പൊ ഞാൻ ഓൾറെഡി തലയിൽ ഹെന്ന അപ്ലൈ ചെയ്ത തലയാണ്, ചെയ്തതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. എങ്ങനെയാണ് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് ഹെന്ന അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഇന്നലെ നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ട് ഫേസ് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചു എങ്ങനെയാണ് ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. സൂക്ഷിച്ചു വെക്കാം. ഞാൻ അതിനകത്ത് ആക്ച്വലി വൈറ്റമിൻ ഇ സിറം അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി. വൈറ്റമിൻ ഇ സിറം ഒരു 5-6 ഡ്രോപ്സ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കേടായി പോവുകയില്ല, ഒരുപാട് നാളിരിക്കും. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മറക്കാതെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഹെന്ന ബീട്രൂട്ട് ജ്യൂസ് വെച്ച് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പം തലേ ദിവസം രാത്രിയാണ് കേട്ടോ. അതായത് ഇന്നലെ രാത്രി ഞാൻ എടുത്ത വീഡിയോ ആണിത്. അതായത് ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ നാളത്തെ വീഡിയോ ആണ്, ഇന്നലെ രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള നമ്മുടെ ഹെന്ന പൗഡറാണിത്. നമ്മുടെ ഹെന്ന പൗഡർ എന്ന് പറയുന്നത് സൂപ്പർ ഹെന്ന പൗഡറാണ്. ഇതെന്ന് പറയുന്നത് എല്ലാം മിക്സ്ഡാണ്. ഇതിനകത്ത് നെല്ലിക്ക, ചെമ്പരത്തി, എല്ലാം കണ്ടവർക്ക്, ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു ഹെന്ന പൗഡറാണിത്. ഇത് മുടിക്ക് കറുപ്പ് കളർ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വെച്ചേക്കാനായിട്ട് ഈ ഒരു ഹെന്ന പൗഡർ സഹായിക്കും. അത് മാത്രമല്ല ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകത്തും ഇല്ല മുടി. ഓക്കെ, നമ്മളിപ്പോൾ മിക്സ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില വെള്ളത്തിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ചൂടുണ്ട് തേയില വെള്ളത്തിന് കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നല്ലപോലെ തേയില വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ എപ്പോഴും മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഇരുമ്പ് ചട്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ഞാനിവിടെ ഫുള്ളായിട്ടും തേയില വെള്ളത്തിലല്ല മിക്സ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് പേര് പറയാറുണ്ട്, ചേച്ചി തേയില വെള്ളം ഉപയോഗിച്ചിട്ടൊന്നും കളർ കിട്ടുന്നില്ല, കറുക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുടി കറുക്കില്ല, ഒരു ബ്രൗൺ കളർ ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇൻഡിഗോ അപ്ലൈ ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു കളർ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ തേയില വെള്ളം ഞാൻ ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു കട്ടിയല്ലേ കിട്ടിയത്. അടുത്തത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ ഇതിനകത്ത് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ബാക്കി ഇനി കുഴയ്ക്കാനായിട്ട് ഫുള്ളും ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പം കണ്ടോ, ഞാൻ നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കയ്യിലൊക്കെ കുറച്ച് കളറൊക്കെ ആയി കേട്ടോ. അത് മിക്സ് ചെയ്തപ്പോൾ ഞാൻ കൈ വെച്ചൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത്, എന്നിട്ട് അത്ര ഇങ്ങോട്ട് മിക്സ് ആയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു, ഒന്ന് നാക്കിയെടുത്തു. അപ്പോൾ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇതേ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ വരണം. കാരണം മുടിയിൽ നല്ലതായിട്ട് പിടിക്കാനായിട്ട് ഇതാണ് നല്ലത്. ഇനി അപ്ലൈ ചെയ്യുന്നത് പലർക്കും ഇപ്പോഴറിയില്ല ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. നാളെ ഇന്ന് രാത്രി ഫുള്ളായിട്ട് ഇരിക്കട്ടെ ഇരുമ്പ് ചട്ടിയിൽ. അപ്പോൾ ഇരുമ്പിൻ്റെ അംശവും കൂടെ പിടിക്കും. നമുക്ക് അടച്ചു വെച്ചേക്കാം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇത് അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ കണ്ടോ, അതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ അതിൻ്റെ ഇരുമ്പ് അംശങ്ങളൊക്കെ ഇതിനകത്ത് നല്ലപോലെ ഇറങ്ങിയിട്ട് നല്ലപോലെ നമ്മളെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് കളർ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടേക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അധികം അങ്ങ് തിക്കും ആകരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. അധികം അങ്ങ് ലൂസും ആകരുത്. നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് മുട്ട മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ തൈരോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഇത്രയും ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മുട്ടയോ തൈരോ ഒക്കെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും മിക്സ് ചെയ്യുന്നില്ല, ബീട്രൂട്ടും തേയില വെള്ളവും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് കേട്ടോ എടുക്കുന്നത്. എടുക്കാനായിട്ടൊരു ഇതുമില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വൗരായിട്ട് നമ്മൾ എടുക്കുമ്പം ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ഓരോ വൗരെടുക്കണം. വൗരെടുത്തിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഇട്ട് തരാനുണ്ടെങ്കിൽ നല്ലതാണ്. ആ ഒരു ഭാഗത്ത് എവിടെയാണോ നരച്ച മുടി അധികമായിട്ടുള്ളത് നോക്കി, ആ ഭാഗത്തെല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം.
ഓരോ മുടിയായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ ആദ്യം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ മുടിയായിട്ട് എടുത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഒരു പ്രാവശ്യം അപ്ലൈ അല്ല, 2 പ്രാവശ്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലർക്കും അത് ഡൗട്ട് ഉണ്ടായിരുന്നു എത്ര പ്രാവശ്യമാണ് എങ്ങനെയാണെന്നൊക്കെ. ചിലർക്ക് ഈ ഫ്രണ്ട് മുടിയിലൊക്കെ ഒരുപാട് നരച്ച മുടി കാണത്തില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല പോലെ ഈ ഫ്രണ്ടിലൊക്കെ നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഫ്രണ്ട് മുടിയിലൊക്കെ നല്ല പോലെ പിടിക്കുന്നത്. ഓക്കെ, എനിക്ക് നരച്ച മുടി ഇല്ല എന്നുള്ള പരാതി ആർക്കും വേണ്ട. നരച്ച മുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെന്ന സഹായിക്കും. ഹെന്ന നമ്മുടെ മുടി പൊഴിച്ചിലൊക്കെ മാറ്റാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും. ഇനി ഞാനിത് ഫുള്ളായിട്ട് പിടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞാൻ കണ്ടോ ഈ ഭാഗത്തൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പല്ലകലമുള്ള കോമ്പ് എടുക്കണം കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് എല്ലാം ഹെന്ന ആയിട്ടുണ്ട്, ഞാൻ ചീകി വെച്ചതാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പല്ലകലമുള്ളൊരു കോമ്പ് എടുത്ത്, ഇപ്പൊ പല്ലകലം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ചീകാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ നല്ല പല്ലകലമുള്ളൊരു കോമ്പ് എടുത്ത് നല്ല പോലെ ഇതുപോലെ ചീകി കൊടുക്കുക. ചീകി നല്ലതായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് അറിയാമോ, നമ്മുടെ തലയോട്ടിയിലൊക്കെ നല്ല പോലെ പിടിക്കും. അപ്പൊ അകത്തൊക്കെ വെള്ളമുടി ഉള്ളിടത്തൊക്കെ നല്ല പോലെ ഇങ്ങനെ ആക്കുമ്പോൾ പിടിക്കും. അപ്പൊ കുറച്ചു നേരം നല്ല പോലെ തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ആ ഭാഗത്തെല്ലാം ഒന്നും കൂടെ വൗരെടുത്തിട്ട് ആ ഭാഗങ്ങളിലെല്ലാം ഒന്നും കൂടെ കട്ടിക്ക് ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ആ വൗരെടുക്കുമ്പോഴത്തേക്ക് അകത്തോട്ട് പോവുകയും ചെയ്യും, ആ മുകളിലുള്ള മുടിയിലെല്ലാം നല്ലപോലെ പിടിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഫുള്ളായിട്ട് ഒന്നും കൂടെ തുമ്പ് വരെ അപ്ലൈ ചെയ്യാം. ഇപ്പൊ കണ്ടോ നല്ല പോലെ തലയിൽ ഫുള്ളായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് ഫുള്ളായിട്ട് നല്ല തലയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 തൊട്ട് 3 മണിക്കൂറെങ്കിലും തലയിൽ വെച്ചേക്കണം. ഇത് അപ്പോഴാണ് നല്ല പോലെ തലയിലേക്ക് ഊറി ഇറങ്ങുക. ഒരു 2-3 മണിക്കൂർ തലയിൽ അങ്ങനെ നല്ലപോലെ പിടിക്കട്ടെ. പിടിച്ചതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. അപ്പൊ കണ്ടല്ലോ, അപ്പൊ നിങ്ങൾ എത്ര നേരം വെക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. 4 മണിക്കൂറോ 5 മണിക്കൂറോ, അല്ലെങ്കിൽ തലനീരൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 2 ഗ്രാമ്പും കൂടെ പൊടിച്ച് അതിന്റെ കൂടെ ഇടാം. അല്ലെങ്കിൽ യൂക്കാലിപ്സ് എന്തെങ്കിലും തലയിൽ ഒന്ന് തടവിയിട്ടൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നീരിറക്കം ഉണ്ടാവത്തില്ല. എങ്കിലും ശ്രദ്ധിക്കണം, ഒരുപാട് നേരം നീരിറക്കം ഉള്ളവർ വെച്ചേക്കണ്ട കേട്ടോ. അപ്പൊ ഇട്ടതിന് ശേഷം നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ചോ ഒന്നും വാഷ് ചെയ്ത്, എന്റെ മുടി ഉണ്ട് അത്രയും ഡ്രൈ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ എണ്ണ ഇട്ട് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. മുടി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ബീറ്റ്റൂട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബർഗണ്ടി കളർ കിട്ടും തലമുടിക്ക്. അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല, 2 ദിവസമോ കഴിയുമ്പോഴായിരിക്കും നല്ല ഭംഗിയായിട്ട് അറിയാനായിട്ട് പറ്റുക. ഇനി നമുക്ക് നാളെ നീലാമരി അല്ലെങ്കിൽ ഇൻഡിഗോ ഇടണം. കാരണം നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻഡിഗോയും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ ബ്ലാക്ക് ആവുക. പിന്നെ പ്രോപ്പർ ആയിട്ട് ഇടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആഴ്ചയിൽ ഒരു ദിവസം നീലാമരിയും 15 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഹെന്നയും കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് ഞാൻ നീലാമരി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇന്ന് നിങ്ങൾ ഷാമ്പോ ഒന്നും ഇടരുത്, മുടി ജസ്റ്റ് വാഷ് ചെയ്ത് മാത്രം കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോകുക. നാളെ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.